ഇന്നത്തെ ലഞ്ചിന് കുറച്ച് വിഭവങ്ങൾ ഉണ്ടാക്കാം. നോൺ വെജ് ഐറ്റം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് കോളിഫ്ലവർ ഒരു തോരൻ വയ്ക്കാം. കോളിഫ്ലവർ നമുക്ക് പല വിധത്തിൽ ഉണ്ടാക്കാം. ആദ്യമായിട്ട് കോളിഫ്ലവർ പല പീസുകളാക്കി ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെച്ച് പിന്നീട് കഴുകിയെടുക്കുക. കോളിഫ്ലവർ ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്ത് കുറച്ച് ഉള്ളിയും പച്ചമുളകും ഇട്ട് വെച്ചിരിക്കുന്നതാണ്. ഇത് തോരൻ വയ്ക്കാനാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. തോരന് വേണ്ടിയുള്ള അരപ്പാണിത്. ഇതിനകത്ത് തേങ്ങ, ഉള്ളി, പച്ചമുളക്, ജീരകം ഇത്രയും ഇട്ട് ഉടച്ചെടുത്തതാണ് ഇത്. തോരന് വേണ്ടി കടുക് വറുത്തതാണിത്. ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ഇടണം. ുള്ള അരപ്പിട്ട് കോളിഫ്ലവർ ഏകദേശം വേകാറായി. ഇനി നമുക്കിതിനെ ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റും കൂടെ വെച്ചിരുന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം. തോര റെഡിയായി കഴിഞ്ഞു, വെന്തു. ഇനി നമുക്ക് ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. കോളിഫ്ലവർ തോരനും റെഡിയായി കഴിഞ്ഞു. ഇതിനി നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്കൊരു മട്ടൻ കറി ഉണ്ടാക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മട്ടനാണത്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഉപ്പും അതിൻ്റെ വേണ്ടുന്ന അരപ്പും പുരട്ടി വയ്ക്കാം. ഞാൻ മട്ടൻ കറിക്ക് സാധാരണയായിട്ട് മീറ്റ് മസാലയാണ് ഇടുന്നത്. കുറച്ച് മീറ്റ് മസാല അതിട്ട് ഇളക്കി വയ്ക്കാം. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇടാം. അരപ്പ് പുരട്ടി 20 മിനിറ്റോളമായി. ഇനി നമുക്കതൊരു കുക്കറിലേക്കിട്ട് 2 വിസിൽ കേൾപ്പിക്കാം. മട്ടന് 2 വിസിൽ കേൾപ്പിക്കാം. വേവ് കുറഞ്ഞതാണെങ്കിൽ, വേവ് കൂടിയതാണെങ്കിൽ 3-4 കേൾപ്പിക്കാം. മട്ടന് വേണ്ടി നമുക്ക് ഒരു 2-3 തക്കാളി, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് സവാള ഇത്രയും നമുക്ക് അരിഞ്ഞ് ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം. മട്ടനുള്ള ഉള്ളിയും തക്കാളിയും ആണ് ഈ വഴറ്റിയെടുക്കണം. ഇത് മട്ടനകത്തിടാനുള്ള വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇത്രയും റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. മട്ടന് വേണ്ടിയുള്ള ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴണ്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കാം. പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് ഇത് ഉള്ളിയുടെ കൂടെ ചേർന്നൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് കുറച്ച് കറിവേപ്പിലയും നമുക്ക് അതിനകത്ത് ഇടാം. കറിവേപ്പിലയും പച്ചമുളകും വഴണ്ടു. ഇനി അതിനോട് നമുക്ക് കുറച്ച് മീറ്റിൻ്റെ മസാലയും ഇടാം. നമുക്ക് ചെറുതായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ഇടാം. ചെറുതായിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ അതിലിട്ടു. ഇനി ഇതിനെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അരപ്പ് ചേർത്ത് 2 വിസിലടിച്ച് വെച്ചിരുന്ന മട്ടനാണ് ഉള്ളിയും തക്കാളിയുള്ള കൂടി ഇട്ട് ഉണ്ടാക്കിയ മസാലയോട് ഒപ്പം ഇട്ട് ആവശ്യത്തിന് ചെറിയ ചൂടുവെള്ളവും കൂടെ ചേർത്ത് കറി രൂപത്തിൽ തിളച്ചുകൊണ്ടിരിക്കുന്നത്. മട്ടൻ നമുക്ക് കുഴമ്പ് രൂപത്തിൽ വയ്ക്കാം, ചോപ്സായിട്ട് വയ്ക്കാം. ഇവിടെ ഉച്ചയൂണിനുള്ളതായതുകൊണ്ട് ചെറിയ കറി രൂപത്തിലാണ് ഞാൻ മട്ടൻ റെഡിയാക്കുന്നത്. ഇതിനകത്ത് കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത് ഇടാം. കൂടാതെ 2-3 ഗ്രാമ്പൂവും പട്ടയും അതിനകത്ത് ഇടാം. മട്ടൻ റെഡിയായി കഴിഞ്ഞു. ഇതിനകത്ത് കുറച്ച് മല്ലിയിലയും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് 5 മിനിറ്റ് കൂടെ ചെറിയ തീയിൽ അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. സാധാരണയായിട്ട് ഞാൻ ഇഞ്ചി അവസാനമാണ് ഇടുന്നത്. ഒരു ചെറിയ മണം കൂടെ കിട്ടും, അതിനാലാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് സാധാരണ ഒരു പ്രിപ്പറേഷനാണ് ചോറിൻ്റെ കൂടെ. ഇനിയൊരു വെള്ളരിക്ക പച്ചടി വയ്ക്കാം. വെള്ളരിക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഒരു സവാളയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞതിനോടൊപ്പം ഇട്ട് കടുക് പൊട്ടിച്ച് അതിനകത്തിട്ടൊന്ന് വാടുമ്പോൾ തേങ്ങയും ഒരു പച്ചമുളകും അരച്ചതിനകത്ത് ചേർത്ത് ചെറുതായിട്ടൊന്ന് തിള വരുന്നത് പോലെ തോന്നുമ്പോൾ
കുറച്ച് കടുക് ചതച്ച് അതിനകത്തിട്ട് വേകുമ്പോൾ അത് ഇറക്കി വയ്ക്കാം. ഇറക്കി വെച്ച് ചെറുതായിട്ടൊന്ന് തണുത്ത് കഴിയുമ്പോൾ തൈര് അതിനോടൊപ്പം ചേർത്ത് നമുക്ക് ഇളക്കാം. അപ്പം നല്ല വെള്ളരിക്ക പച്ചടിയായി. ഇത് നമുക്ക് 1-2 ദിവസം വെച്ച് നമുക്ക് കൂട്ടാം. ചോറിൻ്റെ കൂടെ ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അങ്ങനെ ഉച്ചക്കലത്തേക്കുള്ള ചോറ്, സാമ്പാർ, മട്ടൻ, കോളിഫ്ലവർ തോരൻ, നാരങ്ങ പിക്കിൾ ഇത്രയും റെഡിയായി കഴിഞ്ഞു. ഇതാണ് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഊണ്. നോൺ വെജ് ഊണാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത്. സാമ്പാർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. പല രീതിയിലാണ് ആൾക്കാരുണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ സാമ്പാറിൻ്റെ പ്രിപ്പറേഷൻ ഈ വീഡിയോയിൽ ചേർക്കാഞ്ഞത്. ഉണ്ടാക്കിയ സാമ്പാർ മാത്രം ഇതിനകത്ത് കാണിച്ചു.